ജനവിധി അത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ള വിവരങ്ങളാണ് തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂസ് 18 വാർത്താ സംഘം. ഇനി തിരുവനന്തപുരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വോട്ടർ ബാങ്കാണ് തീരദേശ മേഖലയിലെ ജനങ്ങൾ. ഈ തീരദേശത്തെ കേന്ദ്രീകരിച്ച് മുന്നണികൾ വലിയ തോതിൽ പ്രചാരണം നടത്തിയത് നമ്മൾ ആ പ്രചാരണ ഘട്ടത്തിൽ കണ്ടതുമാണ്. കനത്ത വെയിലിനെ അവഗണിച്ച് ഈ പോളിംഗ് സ്റ്റേഷനുകളിൽ നീണ്ട നിര, ആ തീരദേശ മേഖലയിലെ പോളിംഗ് സ്റ്റേഷനുകളിൽ നീണ്ട നിര ദൃശ്യമാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. വി ആർ കാർത്തികന്റെ റിപ്പോർട്ടിലേക്ക്. തിരുവനന്തപുരത്ത് നഗരപ്രദേശത്തിൽ കനത്ത പോളിംഗ് ആണ് രാവിലെ കണ്ടത്. രാവിലെ വെയിലിന് മുൻപ് തന്നെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്ത് മടങ്ങുന്ന കാഴ്ച. ഇപ്പോൾ നമ്മൾ ഉള്ളത് തിരുവനന്തപുരം വലിയതുറയിലാണ്. വലിയതുറ സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഏകദേശം നഗരത്തിൻ്റെ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന തീരദേശ വാർഡുകളിൽ ഒന്ന്, ആ ബൂത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഏതായാലും തീരദേശത്തും ആദ്യ മണിക്കൂറുകളിൽ പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പരമാവധി വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാഴ്ച. സ്ത്രീകൾ അടക്കമുള്ളവരുടെ വലിയ ക്യൂ ആണ് ഈ തീരദേശത്തെ ബൂത്തുകളിൽ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ പള്ളികളിലും മറ്റും പോകാനായി ഉച്ചയ്ക്ക് മുൻപ് വോട്ട് ചെയ്തിട്ട് പോകുന്നത് കൊണ്ടാവാം ഇത്ര തിരക്ക് എന്ന് കണക്കാക്കുന്നു. ഏതായാലും രാവിലെ 7 മണി മുതൽ തന്നെ തീരദേശത്തെ വാർഡുകളിൽ, തീരദേശത്തെ ഇത്തരം ബൂത്തുകളിൽ വലിയ ക്യൂ രൂപപ്പെട്ടിരിക്കുന്നു. ഏതായാലും സ്ത്രീകളടക്കമുള്ളവരുടെ വലിയ ക്യൂ ആണ് പല പോളിംഗ് ബൂത്തുകളിലും കാണാൻ സാധിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. എന്തായാലും ഈ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരത്ത് ആദ്യഘട്ടം മുതൽ തന്നെ തീരദേശം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രചരണങ്ങൾ മുന്നണികൾ ശക്തമാക്കിയിരുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെ ഈ പോളിംഗ് ദിനത്തിലും ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഏതായാലും കനത്ത ചൂടിനെ അവഗണിച്ചും ഉച്ചയോടെ ചൂട് കനത്തിരിക്കുന്നു തിരുവനന്തപുരത്ത്. ഈ ചൂടിനെ അവഗണിച്ചും നിരവധി വോട്ടർമാരാണ് തീരദേശത്തെ ബൂത്തുകളിൽ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകളുടെ അടക്കം നീണ്ട ക്യൂ കാണാം. നമ്മളിപ്പോൾ ഉള്ളത് വലിയതുറയിലെ ഒരു പോളിംഗ് സ്റ്റേഷനിലാണ്. ഈ പോളിംഗ് സ്റ്റേഷനിൽ 4 പോളിംഗ് ബൂത്തുകളാണുള്ളത്. ഏതാണ്ട് 4000-ഓളം വോട്ടുകളാണ് ഈ പോളിംഗ് ബൂത്തിൽ ഉള്ളത്. ഇതിനോടകം തന്നെ 1500-ലധികം വോട്ട് ഇവിടെ പോൾ ചെയ്ത് കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കണക്കുകളിൽ നിന്നും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏതാണ്ട് 20% വോട്ട് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഇതിനോടകം തന്നെ പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നു. അതായത് 4 ലക്ഷത്തോളം വോട്ട് ഇതിനോടകം തന്നെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. നഗരപ്രദേശങ്ങളിൽ രാവിലെ മുതൽ കണ്ട നീണ്ട നിര, അതിപ്പോൾ തീരദേശത്തും അത്തരത്തിൽ വലിയ ക്യൂ തന്നെയാണ് കാണാൻ കഴിയുന്നത് വോട്ടർമാരുടെ. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ തീരദേശ മേഖലയിലെ വോട്ടർമാരുടെ നീണ്ട നിരയാണ് വി ആർ കാർത്തിക് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാണെങ്കിലും ഇതിനിടയിൽ അങ്ങ് ചില അക്രമ സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തൃശ്ശൂരിൽ പൂങ്കുന്നത്ത് ഹരിശ്രീ സ്കൂളിൽ പ്രതിഷേധമുണ്ടായി. BJP നേതൃത്വം ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഒപ്പം കാസർഗോഡ് അവിടെ പയ്യന്നൂരിൽ 78ാമത്തെ ബൂത്തിൽ CPM ബൂത്ത് പിടിച്ചു തറഞ്ഞ രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ പ്രതിഷേധിക്കുന്നു എന്നുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു KV ബൈജു കാസർഗോഡ് നിന്ന്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള വാർത്തകൾ തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ദിനത്തിൽ ചില സംഭവങ്ങളും അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നു സംസ്ഥാനത്തിൻ്റെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന്. അങ്ങനെ ആദ്യ വോട്ട് ചെയ്തതിൻ്റെ സന്തോഷത്തിലാണ് പത്തനംതിട്ട കൈരളിപുരം സ്വദേശികളായിട്ടുള്ള ഒരു ഇരട്ട സഹോദരിമാർ. രാഷ്ട്രീയത്തിന് അതീതമായി നാടിന് നന്മ ചെയ്യുന്നവർക്കാണ് തങ്ങൾ വോട്ട് ചെയ്തത് എന്ന് ഇരട്ട സഹോദരിമാരായിട്ടുള്ള കിസിയും കാരനും പറയുന്നു. വോട്ടെടുപ്പ് ദിനത്തിൽ ഒരുപാട് രസകരമായ സംഭവങ്ങൾ കൂടിയുണ്ട്. അതുപോലെ ഒന്നാണ് ഇരട്ട സഹോദരിമാരുടെ കന്നിവോട്ട്. പത്തനംതിട്ട സ്വദേശികളായ കിസിയും കേരനുമാണ് നമ്മളൊപ്പം ചേർന്നത്. എങ്ങനെയുണ്ട്? നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഫസ്റ്റ് വോട്ടായത് തന്നെ അതിൻ്റെതായ എക്സൈറ്റ്മെൻ്റ് ഒന്നും അറിയത്തില്ല എങ്ങനെ ചെയ്യുന്നതെന്ന്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാം ഓക്കെ ആയി. പിന്നെ വോട്ട് ചെയ്ത ആൾ, ഞങ്ങൾ 2 പേര് വോട്ട് ചെയ്ത ആൾ ജയിക്കണമെന്നാണ് ആഗ്രഹം. ഇവളെല്ലാം പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഫസ്റ്റ് വോട്ട് ചെയ്ത ആൾ ജയിക്കണമെന്നാണ് ആഗ്രഹം. പിന്നെ ആര് ജയിച്ചാലും ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവരായിരിക്കണം. ഞങ്ങൾ ഒരിക്കലും അങ്ങോട്ട് പോകാതെ ഞങ്ങളുടെ കാര്യം ഇങ്ങോട്ട് വന്ന് ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരു ജനപ്രതിനിധിയായിരിക്കണം ഞങ്ങളുടെ നേതാവ്. വികസനവും കൊണ്ടുവരണം, ആൾക്കാരായിട്ട് ഒത്തിരി കമ്മ്യൂണിക്കേഷനും ഒക്കെ നടക്കുന്ന ഒരാളായിരിക്കണം എന്നാണ് ഞങ്ങളുടെ വന്നപ്പോഴൊരു അനുഭവമൊക്കെ. നിങ്ങൾ ആദ്യം നേരത്തെ അച്ഛൻ്റെ കൂടെ നിൽക്കേണ്ടി വന്നു, ഇത്തിരി നേരം നിൽക്കേണ്ടി വന്നു. പിന്നെ വിശ്വസിക്കാനും പറ്റില്ല, ആർക്ക് 18 വയസ്സായോ ഇല്ലയോ എന്നൊന്നും വിശ്വസിക്കാൻ പറ്റിയില്ലായിരുന്നു. സന്തോഷമുണ്ട് ഒരുപാട് വോട്ട് ചെയ്യാൻ വന്നത്. പിന്നെ ഇതൊക്കെ ചെയ്താൽ ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ മുന്നേ ഇരുന്നൊരു കുറേ പേര് പോയായിരുന്നു, മുന്നോട്ട് കുറേ പേരെ വിടാൻ സാധിച്ചു. അതിൻ്റെയൊക്കെ ഒരു സന്തോഷമുണ്ട്. ആദ്യമായിട്ട് വന്നതിൻ്റെ ആ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. പിന്നെ വോട്ട് ചെയ്ത ആൾ ഫസ്റ്റ് വോട്ടാണല്ലോ, ഫസ്റ്റ് വോട്ട് ചെയ്ത ആൾ ജയിക്കണമെന്നാണെങ്കിൽ പിന്നത്തെ കാര്യം, പിന്നെ ഫസ്റ്റ് വോട്ട് ചെയ്ത ആൾ ജയിക്കണമെന്നാണെങ്കിൽ പിന്നെ ജനം തീരുമാനിക്കും.
ജയിച്ച ആൾ പിന്നെ ജയിച്ചിട്ട് കാര്യമില്ല, ജനങ്ങളുമായിട്ട് കൂടുതൽ മിങ്കിളാവുകയും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു പബ്ലിക് പ്ലേസിൽ വന്നിട്ട് പുള്ളി ആ കാര്യമൊക്കെ മനസ്സിലാക്കി ഇങ്ങോട്ട് നമ്മോടെല്ലാം ചെയ്യുന്ന ഒരാളായിരിക്കണം. അല്ലാതെ അവിടെ തന്നെ ഓഫീസിൽ തന്നെ ഇരുന്നാലും ജനങ്ങളുമായി ഇപ്പം 5 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ആളെ കാണുന്നത്, അങ്ങനല്ല. നമ്മുടെ ജനങ്ങളുടെ ഇപ്പോൾ എങ്ങനെയാണോ പ്രചരണത്തിന് വന്ന പോലെ അതുപോലെ ജനങ്ങളുടെ ഇടയിൽ വരണം, അതാണ് ആഗ്രഹം. കൃത്യമായ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടൊക്കെ ഉണ്ട്. രാഷ്ട്രീയ കാഴ്ചപ്പാടില്ല, ഇവിടെ ജനങ്ങളോടടുത്ത് നിൽക്കുന്ന ഒരാളായിരിക്കും. ഇവിടെ രാഷ്ട്രീയം എന്ന് പറയുന്നതേ ഇല്ല, ജനങ്ങളോടടുത്ത് നിൽക്കുന്ന ഒരാൾ, അവരാണ് യഥാർത്ഥ രാഷ്ട്രീയക്കാർ. അങ്ങനെയാണ് എന്തായാലും വോട്ട് ചെയ്ത സന്തോഷത്തിലാണ് ഇരട്ട സഹോദരിമാർ. പത്തനംതിട്ടയിൽ നിന്നും ശശി നാരായണൻ, ന്യൂസ് 18. ഇതുപോലുള്ള ഒരുപാട് കാഴ്ചകൾ പോളിംഗ് ദിനത്തിൽ പങ്കുവെക്കാനുണ്ട് പ്രേക്ഷകർക്കിടയിൽ എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമായ കാര്യം. അങ്ങനെ 33.44 അതാണ് ഏറ്റവും ഒടുവിലത്തെ പോളിംഗ് ശതമാനം. കേരളത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ള പോളിംഗ് ശതമാനം അത് 33.44 എന്നുള്ള തലത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്നു. എന്തായാലും അല്പസമയത്ത്